വേർ? ഞാൻ കിതപ്പോടെ ചോദിച്ചു. ശ്വാസം കിട്ടുന്നില്ല. ഇൻ്റർവ്യൂ തുടങ്ങാൻ ഇനി 2 മിനിറ്റേ ഉള്ളൂ. അത് നടക്കുന്ന മുറി എവിടെയാണാവോ? സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ എത്തും പിടിയും കിട്ടാത്ത ഇടനാഴികളിലൂടെ ഞാൻ അന്തം വിട്ട് നടന്നു. പറ്റുന്നിടത്തെല്ലാം നിന്ന് വഴി ചോദിച്ചു. വിദ്യാർത്ഥികൾ മിക്കവരും എന്നെ അവഗണിച്ചതേയുള്ളൂ. പലരും പുച്ഛിച്ച് ചിരിച്ചു. കാരണം എനിക്ക് പിടികിട്ടിയില്ല. ഇന്നെനിക്ക് അതിൻ്റെ കാരണമറിയാം. ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞിരുന്ന രീതി തന്നെ. 2004 അന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് തനി നാടൻ ബീഹാരി ഇംഗ്ലീഷ് ആയിരുന്നു. അന്നത്തെ പോലെ ഇന്നും സംസാരിക്കുന്ന കാര്യം ഓർക്കാനേ വയ്യ. വല്ലാത്ത നാണക്കേടാവും. അതിനെ ഇംഗ്ലീഷ് എന്ന് തന്നെ വിളിക്കാൻ പറ്റില്ല. 90% ബീഹാറി ഹിന്ദിയും 10% പൊട്ട ഇംഗ്ലീഷും കൂട്ടിക്കുഴച്ച ഒരുതരം ഭാഷ. ഉദാഹരണത്തിന് അന്നു ഞാൻ ശരിക്കും പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. കമ്മിറ്റി റൂം ബതായേഗാ ജറാ, ഹമാരാ ഇൻ്റർവ്യൂ ഹേ നാ വഹാ, മേരാ ഖേൽ കാ കോട്ടാ ഹേ, കിസ് തരഫ് ഹേ? കമ്മിറ്റി റൂം ഒന്ന് പറഞ്ഞു തരാമോ? അവിടെയല്ലേ നമ്മുടെ ഇൻ്റർവ്യൂ? കളിക്കാർക്കുള്ള കോട്ടയാ, ഏത് ഭാഗത്താ? അന്നു ഞാൻ സംസാരിച്ചതുപോലെ മുഴുവൻ പറയാൻ തുടങ്ങിയാൽ കേൾക്കുന്നവർക്ക് തലവേദന പിടിക്കും. അതുകൊണ്ട് കഥ മുഴുവൻ പറഞ്ഞു കേൾക്കുന്നത് ആ ഭാഷയിൽ വേണ്ട. എൻ്റെ വാക്കുകൾ ഭോജ്പുരി കലർന്ന ഹിന്ദിയാണ് എന്നു മനസ്സിൽ സങ്കല്പിച്ചാൽ മതി. ഒപ്പം കുറച്ച് തല്ലിപ്പൊലി ഇംഗ്ലീഷും. എവിടുന്നു കയറി വന്നതാടോ? ഒരു പയ്യൻ ചോദിച്ചു. പെൺകുട്ടികളെക്കാൾ നീണ്ട മുടിയുള്ള ഒരുത്തൻ. ഈ മാധവ് ഝാ, ഫ്രം ഡുൻറാവ്, ബീഹാർ. ആ പയ്യൻ്റെ കൂട്ടുകാർ ഉറക്കെ ചിരിച്ചു. ആളുകൾ പലപ്പോഴും പൊള്ളയായ ചോദ്യങ്ങളും ചോദിക്കും എന്ന് ഏറെ കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലായത്. ഉത്തരമൊന്നും കിട്ടാനല്ല, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുറപ്പിക്കാൻ മാത്രമാണത്. ഞാൻ അവരുടെ കൂട്ടത്തിൽ പെടില്ല എന്നു വ്യക്തമാക്കാനായിരുന്നു ഇവിടെ ഇപ്പോൾ ആ ചോദ്യം. എന്ത് ഇൻ്റർവ്യൂ ആണെടാ? വല്ല പ്യൂണിൻ്റെ ജോലിയുമാണോ? നീളൻ മുടിക്കാരൻ പൊട്ടിച്ചിരിച്ചു. ഈ പരിഹാസം കേട്ട് മനസ്സിലാക്കി ദേഷ്യം വരാൻ മാത്രം ഇംഗ്ലീഷ് അന്നെനിക്കറിയില്ലായിരുന്നു. അതുമല്ല, ഞാൻ വല്ലാത്ത ധൃതിയിലായിരുന്നു താനും. അതുകൊണ്ട് ഞാൻ അവൻ്റെ ചങ്ങാതിക്കൂട്ടത്തെ നോക്കി ചോദിച്ചു, എവിടെയാ സ്ഥലം? ധാരാളം പണമുള്ള ഇംഗ്ലീഷ് മട്ടുകാരാണ് എല്ലാവരും എന്ന് കണ്ടാലേ അറിയാം. എന്നോട് സഹതാപം തോന്നിയിട്ടാവണം ഉയരം കുറഞ്ഞു തടിച്ച ഒരു പയ്യൻ പറഞ്ഞു, ആ വലിയ ചുവന്ന കെട്ടിടത്തിൻ്റെ അടുത്തു നിന്ന് ഇടത്തോട്ട് തിരിയണം. അപ്പോൾ കമ്മിറ്റി റൂമിൻ്റെ ബോർഡ് കാണാം. താങ്ക് യു, ഞാൻ പറഞ്ഞു. ഇത് ഇംഗ്ലീഷിൽ പറയാൻ എനിക്കറിയാമായിരുന്നു. ഇംഗ്ലീഷിലുള്ള ബോർഡൊക്കെ വായിക്കാൻ അറിയാമോടാ? നീളൻ മുടിക്കാരൻ ചോദിച്ചു. എന്നെ വെറുതെ വിട്ടേക്കാൻ അവനോട് കൂട്ടുകാർ പറഞ്ഞു. തടിയൻ പറഞ്ഞതുപോലെ ഞാൻ ചുവന്ന കെട്ടിടത്തിനു നേരെ ഓടി. ജീവിതത്തിൽ ആദ്യമായി ഒരു ഇൻ്റർവ്യൂ നേരിടുകയാണ്. പ്രായം ചെന്ന 3 പേരാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. മുടി നരച്ച ശേഷം ചിരിച്ചിട്ടേയില്ല എന്ന് തോന്നും 3 പേരെയും കണ്ടാൽ. ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുൻപ് അഭിവാദ്യം ചെയ്യണം എന്നു കേട്ടിട്ടുണ്ട്. അത് പറഞ്ഞു പഠിക്കുകയും ചെയ്തിരുന്നു. ഗുഡ് മോർണിംഗ് സർ. ഞങ്ങളിവിടെ ഒന്നിലധികം പേരില്ലേ? നടുവിലിരിക്കുന്ന ആൾ പറഞ്ഞു. അദ്ദേഹത്തിൽ കണ്ടാൽ ഏതാണ്ട് 55 വയസ്സ് തോന്നും. കറുത്ത ഫ്രെയിമുള്ള ചതുരൻ കണ്ണട, കള്ളികളുള്ള പുറം ജാക്കറ്റും. ഗുഡ് മോർണിംഗ് സർ, 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 ഞാൻ പറഞ്ഞു. അവർ പുഞ്ചിരിച്ചു. അതൊരു നല്ല പുഞ്ചിരിയായി തോന്നിയില്ല. മേലാളന്മാർ കീഴെയുള്ളവർക്ക് നൽകുന്ന ഒരുതരം ചിരി, മേധാവിത്വത്തിൻ്റെ ചിരി. അവർക്ക് ഇംഗ്ലീഷ് അറിയാം, എനിക്കറിയില്ല. ആ അഹങ്കാരമാണ് ചിരിയിൽ. തിരിച്ചു പുഞ്ചിരിക്കുകയല്ലാതെ ഞാനെന്തു ചെയ്യാൻ? സോഷ്യോളജി വകുപ്പിൻ്റെ തലവനായ പ്രൊഫസർ പെരേരയാണ് നടുവിലിരിക്കുന്നത്. ആ വിഷയത്തിനാണ് ഞാൻ ചേരാൻ അപേക്ഷിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇടതും വലതുമായി ഫിസിക്സ് പ്രൊഫസർ ഫെർണാണ്ടസും ഇംഗ്ലീഷ് പ്രൊഫസർ ഗുപ്തയും. സ്പോർട്സ് കോട്ടയാണല്ലേ? പ്രൊഫസർ പെരേര ചോദിച്ചു. എന്താ യാദവിനെ കാണാത്തത്? ഞാനിവിടെ ഉണ്ട് സർ, എൻ്റെ പിന്നിൽ നിന്ന് ഒരു ശബ്ദം പറഞ്ഞു. തിരിഞ്ഞു നോക്കിയപ്പോൾ ട്രാക്ക് സ്യൂട്ട് ധരിച്ച ഒരാൾ വാതിൽക്കൽ നിൽക്കുന്നു. വിദ്യാർത്ഥിയാവാനുള്ള പ്രായം കഴിഞ്ഞിരിക്കുന്നു, എന്നാൽ അധ്യാപകനാവാനുള്ള പ്രായം ആയിട്ടുമില്ല. ദാ ഇയാളുടെ കാര്യത്തിൽ 85% തീരുമാനവും തൻ്റേതാണ്, പ്രൊഫസർ പെരേര പറഞ്ഞു. അല്ലല്ല സർ, അതിനൊക്കെ അധികാരം നിങ്ങൾക്കൊക്കെ തന്നെ.
അയാൾ പ്രൊഫസർമാരുടെ അടുത്തു വന്നിരുന്നു. കോളേജിലെ സ്പോർട്സ് കോച്ച് ആയിരുന്നു പീയൂഷ് യാദവ്. സ്പോർട്സ് കോട്ടയിലുള്ള എല്ലാ ഇൻ്റർവ്യൂവിനും അദ്ദേഹവും ഉണ്ടാവണം എന്നാണ്. കണ്ടാലേ അറിയാം, പ്രൊഫസർമാരെക്കാൾ ഗമ കുറവാണ്. മനുഷ്യപ്പറ്റും ഉണ്ടെന്ന് തോന്നുന്നു. ഇംഗ്ലീഷ് പറയുന്നതും വലിയ സ്റ്റൈലിലൊന്നുമല്ല. ബാസ്കറ്റ് ബോൾ? എൻ്റെ ഫയൽ പരിശോധിച്ചുകൊണ്ട് പ്രൊഫസർ ഫെർണാണ്ടസ് ചോദിച്ചു. യെസ് സർ, ഞാൻ പറഞ്ഞു. ഏതു ലെവൽ? സ്റ്റേറ്റ്. വാചകം മുഴുവനാക്കി മറുപടി പറയാൻ തനിക്കറിയാമോ? പ്രൊഫസർ ഗുപ്ത കടുത്ത സ്വരത്തിൽ ചോദിച്ചു. ആ ചോദ്യത്തിൻ്റെ അർത്ഥം എനിക്ക് ശരിക്കും മനസ്സിലായില്ല. ഞാൻ മിണ്ടാതിരുന്നു. ചോദിച്ചത് കേട്ടില്ലേ? അറിയാമോ? അദ്ദേഹം വീണ്ടും ചോദിച്ചു. ഉവ്വ്, ഞാനൊരു കുറ്റവാളിയെപ്പോലെ പരുങ്ങിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ പിന്നെ സെൻറ്റ് സ്റ്റീഫൻസിൽ തന്നെ പഠിക്കണം എന്ന് തോന്നാൻ എന്താണ് കാരണം? കുറച്ച് സെക്കൻഡുകൾ ഞാൻ മിണ്ടാട്ടമില്ലാതിരുന്നു. മുറിയിലുള്ള 4 പേരുടെയും കണ്ണുകൾ എൻ്റെ മേലാണ്. പ്രൊഫസർ ചോദിക്കുന്നത് വെറുമൊരു സാധാരണ ചോദ്യം മാത്രമാണ്. ഐ വാണ്ട് ഗുഡ് കോളേജ്. വാചകം തലയിൽ രൂപപ്പെടുത്തിയെടുത്ത ശേഷം ഞാൻ പറഞ്ഞൊപ്പിച്ചു. പ്രൊഫസർ ഗുപ്ത പുച്ഛത്തോടെ ചിരിച്ചു. നല്ല മറുപടി തന്നെ. എങ്കിൽ പിന്നെ സെൻറ്റ് സ്റ്റീഫൻ ഗുഡ് കോളേജ് ആണെന്ന് തോന്നാൻ കാരണം? ഞാൻ ഹിന്ദിയിലേക്ക് മാറി. ഇംഗ്ലീഷിൽ ഉത്തരം പറഞ്ഞാൽ തപ്പിത്തടയും എന്നുറപ്പാണ്. ഞാനൊരു മണ്ടനാണെന്ന് തോന്നുകയും ചെയ്യും. ചിലപ്പോൾ ഞാൻ ശരിക്കും മണ്ടനായിരിക്കാം. എന്നാലും അക്കാര്യം ഇവരെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളുടെ കോളേജിന് വലിയ പേരാണ്. ബീഹാറിലും എല്ലാവർക്കും ഇതിനെക്കുറിച്ചറിയാം, ഞാൻ പറഞ്ഞു. ഇംഗ്ലീഷിൽ മറുപടി പറയൂ, പ്രൊഫസർ ഗുപ്ത പറഞ്ഞു. അതെന്താ, അങ്ങേക്ക് ഹിന്ദി അറിയില്ലേ? ഞാൻ സ്വയം അറിയാതെ ചോദിച്ചു, അതും ഹിന്ദിയിൽ. ഞാൻ കാണിച്ച മണ്ടത്തരം അവരുടെ ഞെട്ടലിൽ തെളിഞ്ഞു കണ്ടു. ധിക്കാരമായി പറഞ്ഞതല്ല. ഹിന്ദിയിൽ സംസാരിക്കാനാണ് എനിക്ക് കൂടുതൽ എളുപ്പം എന്നിരിക്കെ എന്തിനാണ് ഇൻ്റർവ്യൂ ഇംഗ്ലീഷിൽ തന്നെ നടത്തുന്നത് എന്നറിയാൻ ശരിക്കും ആഗ്രഹം തോന്നിയെന്നു മാത്രം. ഹിന്ദിയിൽ സംസാരിക്കാൻ ആവശ്യപ്പെട്ടാൽ സെൻറ്റ് സ്റ്റീഫൻസിലെ പ്രൊഫസർമാർക്ക് ഇഷ്ടമാവില്ല എന്നെനിക്കറിയാമായിരുന്നു. പ്രൊഫസർ പെരേര, ഈ കാൻഡിഡേറ്റ് എങ്ങനെ ഇൻ്റർവ്യൂ വരെ എത്തി? പ്രൊഫസർ ഗുപ്ത ചോദിച്ചു. ആ കൂട്ടത്തിൽ ഏറ്റവും ദയുള്ളത് പ്രൊഫസർ പെരേരയ്ക്കാണെന്ന് തോന്നി. അദ്ദേഹം എന്നെ നോക്കി പറഞ്ഞു. ഈ കോളേജിലെ പഠനമാധ്യമം ഇംഗ്ലീഷായി നിർത്തുന്നതാണ് ഞങ്ങൾക്കിഷ്ടം. അത്രയുള്ളൂ കാര്യം. ഇംഗ്ലീഷ് കൈവശമില്ലാത്തതിനാൽ ഉടുതുണിയില്ലാതെ നിൽക്കുന്നത് പോലെ തോന്നി. ബീഹാറിലേക്കുള്ള മടക്കയാത്രയെക്കുറിച്ച് ഞാൻ ആലോചന തുടങ്ങി. ഈ സ്ഥലം എനിക്ക് പറ്റിയതല്ല. ഇംഗ്ലീഷിൽ അലറുന്ന ഈ രാക്ഷസന്മാർ എന്നെ പച്ചയ്ക്ക് പിടിച്ചു തിന്നും. എങ്ങനെ ഭംഗിയായി യാത്ര പറഞ്ഞെഴുന്നേൽക്കാം എന്നാലോചിച്ചിരിക്കുമ്പോഴാണ് പീയൂഷ് യാദവ് എൻ്റെ ചിന്തകൾ മുറിച്ചത്. ബീഹാർ സേ ഹോ? ആർ യു ഫ്രം ബീഹാർ? അദ്ദേഹം ചോദിച്ചു. ഹിന്ദിയിൽ സ്വല്പം വാക്കുകൾ കേട്ടപ്പോൾ എന്തൊരാശ്വാസം. വേനലിൻ്റെ തീവെയിലത്ത് തണുത്ത മഴത്തുള്ളികൾ പൊഴിയുന്നത് പോലെ. ആ നിമിഷം എനിക്ക് പീയൂഷ് യാദവിനോട് വല്ലാത്ത ഇഷ്ടം തോന്നി. ഹാ സർ, ടും റാവ്. ആ, എനിക്കറിയാം. പട്നയിൽ നിന്ന് 3 മണിക്കൂറല്ലേ? അദ്ദേഹം പറഞ്ഞു. ആ, സാറിന് ഡുംറാവ് അറിയാമോ? വേണമെങ്കിൽ ആ കാൽക്കൽ വീണ് ചുംബിക്കാൻ പോലും ഞാൻ ഒരുക്കമായിരുന്നു. ഇംഗ്ലീഷ് രാക്ഷസന്മാർ 3 പേരും തുറിച്ചു നോക്കിയിരിപ്പാണ്. ഞാൻ പട്നയിൽ നിന്നാണ്. എന്തായാലും ബാസ്കറ്റ് ബോളിലുള്ള തൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് ഇവരോട് പറയൂ, പീയൂഷ് പറഞ്ഞു. ഞാൻ തലകുലുക്കി സമ്മതിച്ചു. എൻ്റെ പരിഭ്രമം അദ്ദേഹത്തിന് മനസ്സിലായെന്ന് തോന്നുന്നു. പതുക്കെ മതി, ഞാനും ഹിന്ദി മീഡിയംകാരനാണ്. വിഷമം എനിക്കറിയാം. 3 പ്രൊഫസർമാരും പീയൂഷിനെ നോക്കി. ഈ വിദ്വാൻ എങ്ങനെ കോളേജിൽ ജോലി ഒപ്പിച്ചെടുത്തു എന്ന് ആശ്ചര്യപ്പെടുന്ന മട്ടിൽ. ഞാൻ സമനില വീണ്ടെടുത്ത് പഠിച്ചു വെച്ച വാക്യങ്ങൾ പറഞ്ഞു. സർ, ഞാൻ 6 വർഷം സ്റ്റേറ്റ് ലെവലിൽ ബാസ്കറ്റ് ബോൾ കളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം BFI നാഷണൽ ടീമിൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റിലും ഉണ്ടായിരുന്നു. BFI എന്ന് വെച്ചാൽ? പ്രൊഫസർ ഗുപ്ത ചോദിച്ചു. ബാസ്കറ്റ് ബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. പീയൂഷ് ആണ് എനിക്ക് വേണ്ടി മറുപടി പറഞ്ഞത്. ഉത്തരം എനിക്കറിയാമായിരുന്നെങ്കിലും. ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങളിപ്പോൾ സോഷ്യോളജി പഠിക്കണം അല്ലേ? എന്താ കാരണം? പ്രൊഫസർ ഫെർണാണ്ടസ് ചോദിച്ചു. സംഗതി എളുപ്പമാണ്. കാര്യമായി ഒന്നും പഠിക്കണ്ട, അതല്ലേ കാര്യം. പ്രൊഫസർ ഗുപ്ത ഒരു നിരീക്ഷണം നടത്തി. ഈ ഗുപ്തയ്ക്ക് എന്നോട് വല്ല വിരോധവുമുണ്ടോ? അതോ ആൾ സ്വതവേ മുരുടനാണോ? അതുമല്ലെങ്കിൽ ഇന്ന് ശോധന നടന്നില്ലേ? ഐ ആം ഫ്രം റൂറൽ ഏരിയ.
ഐ ആം ഫ്രം എ റൂറൽ ഏരിയ, ഗുപ്ത പറഞ്ഞു, വിട്ടുപോയ എയിൽ ഊന്നൽ കൊടുത്തുകൊണ്ട്. ഞാൻ എന്തോ ക്രിമിനൽ കുറ്റം ചെയ്തു എന്ന് തോന്നും. ഹിന്ദി സർ, ഞാൻ ഹിന്ദിയിൽ വിശദീകരിച്ചോട്ടെ? ആരും മറുപടി പറഞ്ഞില്ല. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. വരുന്നത് വരട്ടെ. ഞാൻ സ്വന്തം ഭാഷയിൽ കാര്യം പറഞ്ഞു. എൻ്റെ അമ്മ ഒരു സ്കൂൾ നടത്തുന്നുണ്ട്, ഗ്രാമീണരുമൊത്ത് പ്രവർത്തിക്കുന്നുമുണ്ട്. നമ്മുടെ സമൂഹത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കണം എന്നെനിക്ക് തോന്നി. നമ്മുടെ ഗ്രാമീണർ എന്തേ ഇത്രയും പിന്നോക്കാവസ്ഥയിലാവാൻ? എന്തുകൊണ്ടാണ് നമുക്കിടയിൽ ജാതിയും മതത്തിനുമൊക്കെ പേരിൽ ഇത്രയും വ്യത്യാസങ്ങൾ? ഈ വിഷയം പഠിച്ചാൽ ഇതിനൊക്കെ ചില ഉത്തരങ്ങൾ കിട്ടും എന്നെനിക്ക് തോന്നി. പ്രൊഫസർ ഗുപ്തയ്ക്ക് ഞാൻ പറഞ്ഞതെല്ലാം ശരിക്കും മനസ്സിലായിട്ടുണ്ട്. എന്നാലും ഇതെല്ലാം ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തി കൊടുക്കാൻ പീയൂഷിനോട് പറഞ്ഞു. ശരിക്കും ഒരു മുഷടൻ. അതൊരു നല്ല കാരണം തന്നെ. പീയൂഷ് പറഞ്ഞു തീർന്നപ്പോൾ പ്രൊഫസർ പെരേര പറഞ്ഞു, പക്ഷേ നിങ്ങളിപ്പോൾ ഡൽഹിയിലാണ്. സ്റ്റീഫൻസിൽ നിന്നും പരീക്ഷ പാസ്സായി പോകുമ്പോൾ വലിയ കമ്പനികളിൽ ജോലി കിട്ടും. അപ്പോൾ പിന്നെ ജന്മനാട്ടിലേക്ക് പോവുമോ? അദ്ദേഹത്തിൻ്റെ ആശങ്ക ആത്മാർത്ഥമാണെന്ന് തോന്നി. ആ ചോദ്യം മനസ്സിലാക്കിയെടുക്കാൻ എനിക്ക് ഏതാനും സെക്കൻഡുകൾ വേണ്ടി വന്നു. പരിഭാഷപ്പെടുത്താമെന്ന് പീയൂഷ് പറഞ്ഞെങ്കിലും അത് വേണ്ടെന്ന് ഞാൻ ആംഗ്യം കാട്ടി. പോകും സർ, ഞാൻ പറഞ്ഞു. കാരണമൊന്നും വിശദീകരിച്ചില്ല. അവിടെ അമ്മ തനിച്ചായതുകൊണ്ട് ഞാൻ തിരിച്ചു പോയേ പറ്റൂ എന്ന് അവരോട് പറയാൻ തോന്നിയില്ല. ഞങ്ങൾ ഡുംറാവിലെ രാജകുടുംബത്തിൽപ്പെട്ടവനാണെന്ന കാര്യവും ഞാൻ പറഞ്ഞില്ല. രാജസ്ഥാനത്തിൻ്റെ മേന്മയൊന്നും ഇപ്പോഴില്ലെങ്കിലും ഞങ്ങൾ ആ കുടുംബത്തിലെയാണ്. പിന്നെ ഈ നഗരത്തിൽ ഇതുവരെ കണ്ട ഒരാളെപ്പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന കാര്യവും ഞാൻ മിണ്ടിയില്ല. എന്നാൽ ബീഹാറിനെപ്പറ്റി ചില കാര്യങ്ങൾ ചോദിക്കട്ടെ? പ്രൊഫസർ ഫെർണാണ്ടസ് ചോദിച്ചു. തീർച്ചയായും. ബീഹാറിലെ ജനസംഖ്യ എത്രയാണ്? 10 കോടി. ബീഹാർ ഗവൺമെൻറ് ആരാണ് ഭരിക്കുന്നത്? ഇപ്പോൾ ഭരിക്കുന്നത് ലാലു പ്രസാദിൻ്റെ പാർട്ടിയാണ്. അതേതു പാർട്ടിയാണ്? RJD, രാഷ്ട്രീയ ജനതാദൾ. ചോദ്യങ്ങൾ മുറയ്ക്ക് വന്നുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആരൊക്കെ എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്നോർത്തു വയ്ക്കാൻ പറ്റാതെയായി. അവരുടെ ഇംഗ്ലീഷ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ പൂർണ്ണവാചകങ്ങളിൽ മറുപടി പറയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് പറ്റാവുന്നത്ര ചുരുക്കിയാണ് എൻ്റെ ഉത്തരങ്ങൾ. എന്നാലും ഒരു ചോദ്യം ശരിക്കും എന്നെ വെട്ടിലാക്കുക തന്നെ ചെയ്തു. എന്തുകൊണ്ടാണ് ബീഹാർ ഇത്രയും പിന്നോക്കാവസ്ഥയിലായത്? അതിനുള്ള ഉത്തരം എനിക്ക് യാതൊരു പിടിയുമില്ലായിരുന്നു. പിന്നെയല്ലേ ഇംഗ്ലീഷ് പറയുന്ന കാര്യം. പീയൂഷ് എനിക്ക് വേണ്ടി സംസാരിക്കാൻ ശ്രമിച്ചു. സർ, ആ ചോദ്യത്തിന് ശരിയായ ഉത്തരം പറയാൻ ആർക്കും പറ്റില്ല. പക്ഷേ പ്രൊഫസർ ഗുപ്ത കൈയുയർത്തിക്കാട്ടി. അമ്മ ഗ്രാമത്തിൽ സ്കൂൾ നടത്തുന്നു എന്നല്ലേ പറഞ്ഞത്? ബീഹാറിനെക്കുറിച്ച് നിങ്ങൾക്കറിവുണ്ടാവും. ഞാൻ മിണ്ടാതിരുന്നതേയുള്ളൂ. സാരമില്ല, ഇംഗ്ലീഷിൽ പറഞ്ഞാലും മതി, പ്രൊഫസർ പെരേര പറഞ്ഞു. പിന്നോക്കാവസ്ഥയിൽ എന്ന് പറഞ്ഞത് ആരുമായി താരതമ്യപ്പെടുത്തിയാണ്? ഞാൻ പ്രൊഫസർ ഗുപ്തയെ നോക്കി ഹിന്ദിയിൽ ചോദിച്ചു. ഇന്ത്യയിലെ ബാക്കി ഭാഗങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ. ഇന്ത്യ തന്നെ പിന്നോക്കാവസ്ഥയിലാണ്, ഞാൻ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ രാഷ്ട്രങ്ങളിലൊന്ന്. തീർച്ചയായും. എന്നാലും ബീഹാർ എന്തുകൊണ്ടാണ് ദരിദ്രരിലും ദരിദ്രരായി പോയത്? മോശം ഭരണമാണ് കാരണം, പീയൂഷ് പറഞ്ഞു, സ്വയം അറിയാതെയെന്നവണ്ണം. പ്രൊഫസർ ഗുപ്തയുടെ കണ്ണുകൾ എൻ്റെ മുഖത്ത് തന്നെ തറഞ്ഞു നിൽപ്പാണ്. അവിടെ മിക്കവാറും ഗ്രാമപ്രദേശമാണ് സർ, ഞാൻ പറഞ്ഞു. പുതിയ കാലത്തെ കാര്യങ്ങളുമായി ആളുകൾക്ക് ഒരു ബന്ധവുമില്ല. എല്ലാവരും പഴഞ്ചൻ മട്ടുകൾ കെട്ടിപ്പിടിച്ചിരിപ്പാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണെങ്കിൽ മഹാമോശം. സംസ്ഥാനത്ത് ആരും ഒരു നിക്ഷേപവും നടത്തുന്നില്ല. സർക്കാരാണെങ്കിൽ കുറ്റവാളികളുടെ കൂടെ ചേർന്നിരിക്കുകയാണ്. രണ്ടു കൂട്ടരും കൂടി നാടിനെയും നാട്ടുകാരെയും ഊറ്റിക്കുടിക്കുന്നു. പ്രൊഫസർ പെരേര എൻ്റെ ഉത്തരം പ്രൊഫസർ ഗുപ്തയ്ക്ക് പരിഭാഷപ്പെടുത്തി കൊടുത്തു. അത് കേട്ടുകൊണ്ട് അദ്ദേഹം തലകുലുക്കി. നിങ്ങളുടെ ഉത്തരങ്ങൾ ബുദ്ധിപൂർവകമാണ്, പക്ഷേ ഇംഗ്ലീഷ് മഹാമോശം, ഗുപ്ത പറഞ്ഞു. ബുദ്ധിപൂർവം ചിന്തിക്കുന്ന ഒരു വിദ്യാർത്ഥിയെയാണോ അതോ ഒരു വിദേശ ഭാഷ നന്നായി സംസാരിക്കുന്ന ആളെയാണോ സാറിന് തിരഞ്ഞെടുക്കാൻ കൂടുതൽ ഇഷ്ടം? എൻ്റെ ചെറുത്തുനിൽപ്പ് അവരെയെല്ലാം അടിതെറ്റിച്ചു. പ്രൊഫസർ ഫെർണാണ്ടസ് കണ്ണട തുടച്ചുകൊണ്ട് എൻ്റെ നേരെ തിരിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മിസ്റ്റർ ഝാ, ഇംഗ്ലീഷ് ഇപ്പോൾ ഒരു വിദേശ ഭാഷയല്ലാതായിരിക്കുന്നു. അത് ആഗോള ഭാഷയാണ്.
നിങ്ങളും അത് ശരിക്കു പഠിക്കണം എന്നാണ് എൻ്റെ ഉപദേശം. അതിനാണ് സർ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, ഞാൻ പറഞ്ഞു. എല്ലാ ഉത്തരങ്ങളും ഉള്ളിൽ തട്ടിയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ പ്രൊഫസർമാരിൽ അവ വല്ല ചലനവുമുണ്ടാക്കിയോ എന്ന് യാതൊരു പിടിയും കിട്ടുന്നില്ല. ഇൻ്റർവ്യൂ അവസാനിച്ചു. അവർ എന്നോട് മുറിക്കു പുറത്തു പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ ഇടനാഴിയിൽ എന്തു ചെയ്യണം എന്നറിയാതെ നിന്നു. ഇനി എങ്ങോട്ടാണാവോ പോകേണ്ടത്? കമ്മിറ്റി റൂമിൽ നിന്നും പീയൂഷ് പുറത്തു വന്നു. മെലിഞ്ഞു വടിവത്ത ശരീരം. കാരണം അദ്ദേഹത്തെ കണ്ടാൽ ഒരു വിദ്യാർത്ഥിയാണെന്നേ തോന്നൂ. അതിനുള്ള പ്രായം കടന്നെങ്കിലും. നിങ്ങളുടെ സ്പോർട്സ് ട്രയൽ 1 മണിക്കൂറിൽ നടക്കും. ബാസ്കറ്റ്ബോൾ കോർട്ടിൽ വന്ന് എന്നെ കാണൂ. സർ, അതുകൊണ്ട് വലിയ കാര്യവുമുണ്ടോ? ഇൻ്റർവ്യൂ ആകെ കുഴപ്പമായില്ലേ? എന്നാലും തനിക്ക് കുറച്ച് ഇംഗ്ലീഷ് കൂടി പഠിക്കാമായിരുന്നില്ലേ ബാസ്കറ്റ്ബോളിൻ്റെ കൂടെ? ഞങ്ങളുടെ നാട്ടിലൊന്നും ആരും ഇംഗ്ലീഷിൽ സംസാരിക്കാറില്ല. ഞാനൊന്ന് നിർത്തി. പിന്നെ കൂട്ടിച്ചേർത്തു, സർ. അദ്ദേഹം എൻ്റെ പുറത്തു തട്ടി. ഈ ബീഹാരി മട്ടൊക്കെ കളയടോ. എന്തായാലും സ്പോർട്സ് കോട്ടയിൽ ട്രയൽസിന് 85% നന്നായി കളിച്ചോ. എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും, സർ. അധ്യായം 2. അത്രയും പൊക്കമില്ലായിരുന്നെങ്കിൽ അവൾ അന്നെൻ്റെ ശ്രദ്ധയിലേ പെടില്ലായിരുന്നു. ഓർക്കുമ്പോൾ തമാശയാണ് തോന്നുന്നത്. ഒരു പെണ്ണിൻ്റെ ഉയരമാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. അവളുടെ പൊക്കം 4 ഇഞ്ച് കുറവായിരുന്നെങ്കിൽ ഞങ്ങളുടെ കണ്ണുകൾ തമ്മിൽ ഇടയില്ലായിരുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം വേറൊരു വഴിക്കായേനെ. കോളേജ് വളപ്പിൽ ബോറടിച്ചത് കാരണം 1 മണിക്കൂർ നേരത്തെ തന്നെ ബാസ്കറ്റ്ബോൾ കോർട്ടിലെത്തിയില്ലായിരുന്നെങ്കിൽ കഥ വേറൊന്നായേനെ. ആരോ ഒരു പാസ് കൈവിട്ടത് കാരണം പന്ത് ചീറി വന്ന് എൻ്റെ തലയിൽ വന്നിടിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതമേ മാറിപ്പോയേനെ. എത്രയോ മണിക്കൂറുകൾ കുത്തിയിരുന്ന് ആലോചിച്ച് നമ്മൾ വലിയ വലിയ പദ്ധതികളുണ്ടാക്കും. എന്നിട്ടോ ജീവിതത്തെ രൂപപ്പെടുത്തുക ദിവസങ്ങൾ താണ്ടുമ്പോഴുണ്ടാവുന്ന കൊച്ചു കൊച്ചു കുലുക്കങ്ങളാവും. എൻ്റെ ജീവൻ്റെ ജീവനായ പ്രണയത്തെ കണ്ടെത്തുക ഒരു ബാസ്കറ്റ്ബോൾ കോർട്ടിലായിരിക്കും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. വെറുതെ നേരം കൊല്ലാൻ അവിടെ ചെന്നിരുന്നു എന്നു മാത്രം. പോകാൻ വേറൊരിടവും ഉണ്ടായിരുന്നില്ല താനും. സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലെ ബാസ്കറ്റ്ബോൾ കോർട്ട്. കുറേ പേർ അവിടെ കൂട്ടം കൂടി നിൽപ്പുണ്ട്. ആൺകുട്ടികളാണ് കൂടുതലും. പെൺകുട്ടികളുടെ സ്പോർട്സ് ട്രയൽസ് കാണാൻ എപ്പോഴും ആൺകുട്ടികൾ കൂടും. പറ്റിയ ആളെ നോട്ടമിട്ട് വയ്ക്കാൻ ഇതിലും നല്ല തക്കം വേറെയില്ലാലോ. എല്ലാവരുടെയും സംസാരം ഇംഗ്ലീഷിലാണ്. ഞാൻ ആരോടും ഒരക്ഷരം പോലും മിണ്ടാതെ നിവർന്നിരുന്നു. തികഞ്ഞ ഗൗരവത്തിൽ കളി നടക്കുന്ന കോർട്ടിലേക്ക് നോട്ടമുറപ്പിച്ച്. ഇതാണെൻ്റെ ഇടം എന്ന് എല്ലാവരും മനസ്സിലാക്കട്ടെ. 10 പെൺകുട്ടികൾ കോർട്ടിലേക്കിറങ്ങി. എല്ലാവരും ആർത്തു വിളിച്ചു. അവരിൽ 5 പേർ കോളേജ് ടീമിലെ അംഗങ്ങളാണ്. ബാക്കി 5 പേർ സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷന് അപേക്ഷിച്ചിട്ടുള്ളവരും. പീയൂഷ് കളിക്കളത്തിൻ്റെ നടുവിലേക്ക് ഇറങ്ങിച്ചെന്നു. ഒരു കയ്യിൽ പന്തുണ്ട്, വായിൽ വിസിലും. വിസിൽ ഊതിയപ്പോൾ പെൺകുട്ടികൾ കളിയിലേക്ക് എടുത്തു ചാടി. 5 അടി 9 ഇഞ്ച്. ഒരു ഇന്ത്യൻ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് നല്ല പൊക്കമാണ്. ബാസ്കറ്റ്ബോൾ കളിക്കാരികളുടെ കണക്കുവെച്ച് നോക്കിയാൽ പോലും നല്ല ഉയരം. എല്ലാവരുടെയും ശ്രദ്ധ അവളുടെ നീണ്ട കഴുത്തിലും നീണ്ട കൈകളിലും നീണ്ട കാലുകളിലുമാണ്. സ്പോർട്സ് കോട്ടയിലെ അപേക്ഷകരുടെ ടീമിലാണവൾ. കറുത്ത ഷോർട്സ്, കൈയില്ലാത്ത സ്പോർട്സ് ജാക്കറ്റും. അതിനു പിന്നിൽ മഞ്ഞ നിറത്തിൽ R എന്ന അക്ഷരം പ്രിന്റ് ചെയ്തിരിക്കുന്നു. കളി തുടങ്ങി സെക്കൻഡുകൾക്കകം പന്ത് അവളുടെ കയ്യിലായി. വളരെ വിലപിടിച്ച ഷൂസാണ് അവളുടെ കാലിൽ. ടിവിയിൽ NBA ടൂർണമെൻറ്റുകളിലെ കളിക്കാരുടെ കാലിലെ ഞാൻ അതുപോലുള്ള ഷൂസ് കണ്ടിട്ടുള്ളൂ. കാതിലെ വജ്രം പതിച്ച റിങ്ങുകൾ വെയിൽ തട്ടി തിളങ്ങുന്നു. അവൾ വലതുകൈ കൊണ്ട് പന്തു തട്ടി തട്ടി കൊണ്ടുപോവുകയാണ്. എന്തൊരഴകാണ് ആ നീണ്ട വിരലുകൾക്ക്. ഏയ് കോച്ച്, ആ ഗ്ലാമറിന് കൊടുക്കാം 10 പോയിൻ്റ്. 10 പാസ് ചെയ്യുമ്പോൾ ഒരു സീനിയർ വിദ്യാർത്ഥി വിളിച്ചു പറഞ്ഞു. പിള്ളേർ ആർത്തു വിളിച്ചു. അതായത് ആൺപിള്ളേർ. ആ കമൻ്റടി കേട്ട് ചെറുതായൊന്ന് ശ്രദ്ധ തിരിച്ചതുപോലെ തോന്നി. പിന്നെ ഇതൊക്കെ എത്ര കേട്ടതാ എന്ന ഭാവത്തിൽ കളിയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു.
സ്പോർട്സ് കോട്ടയിൽ വന്ന പെൺകുട്ടികൾ നന്നായി കളിക്കുന്നുണ്ടായിരുന്നു, ഒറ്റയ്ക്കൊറ്റയ്ക്ക് നോക്കിയാൽ. പക്ഷേ ഒരു ടീം എന്ന നിലയിൽ അവരുടെ കളി മോശമായിരുന്നു. 12 ഡ്രബിൾ ചെയ്തു കൊണ്ടുവന്ന് എതിർ ടീമിൻ്റെ ബാസ്ക്കറ്റിനടുത്തെത്തി. എതിർ ടീമിലെ 3 പേർ അവളെ വലയം ചെയ്തു. 6 സ്വന്തം ടീമിലെ അംഗത്തിന് പന്ത് പാസ് ചെയ്തു. എന്നാൽ അവൾ ആ പാസ് കൈവിട്ട് കളഞ്ഞു. എവിടെ നോക്കിയാ? 6 വിളിച്ചലറി. പക്ഷെ എന്തു കാര്യം? പന്ത് എതിർ ടീമിൻ്റെ കയ്യിലെത്തിക്കഴിഞ്ഞിരുന്നു. നോക്കിയിരിക്കെ അവർ അത് ക്വാർട്ടിൻ്റെ മറ്റേ ഭാഗത്തെത്തിച്ചു ബാസ്ക്കറ്റിലാക്കുകയും ചെയ്തു. 6 നിന്ന് സ്വയം പ്രാകുകയാണ്, മറ്റാരും കേൾക്കാത്ത വിധം. പിന്നെ അവൾ എതിരാളികളിൽ കൃത്യം ചിലരെ കണ്ണുവെക്കാൻ സ്വന്തം ടീമിലെ 3 പേർക്ക് നിർദ്ദേശം നൽകി. എന്നിട്ട് ക്വാർട്ടിനു പുറകെ കുതിച്ചു പാഞ്ഞു. അവൾ എൻ്റെ മുന്നിലൂടെ കടന്നു പോയപ്പോൾ വിയർത്തൊഴുകുന്ന ആ തുടുത്ത മുഖം തൊട്ടടുത്ത് കാണാൻ പറ്റി. വെറുമൊരു മാത്ര നേരം ഞങ്ങളുടെ നോട്ടങ്ങൾ ഇടഞ്ഞുവോ? എനിക്ക് വെറുതെ തോന്നിയതാവാം. എന്നാലും ആ ക്ഷണനേരം കൊണ്ട് എൻ്റെ ഹൃദയത്തിന് എന്തോ സംഭവിച്ചു. ഇല്ല, അവളോട് പ്രണയത്തിലായി എന്നൊന്നു പറയാൻ ഞാൻ ആളല്ല. അവളോട് ആകർഷണം തോന്നി എന്ന് പോലും പറയാൻ വയ്യ. എങ്കിലും ആഴത്തിൽ എന്തോ ഒരു ചലനം ഞാൻ അറിഞ്ഞു. എൻ്റെ ശക്തിയിൽ ഹൃദയം പറഞ്ഞു, ഈ പെണ്ണിനോട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സംസാരിച്ചേ പറ്റൂ. ഏയ്, അവളെ നോക്കിക്കോ, വിട്ടുകൊടുക്കല്ലേ. അലറുകയാണ്. അവളുടെ മാനസികാവസ്ഥ എൻ്റെ വിചാരങ്ങളിൽ നിന്നും എത്രയോ അകലെ മാറിയാണ്. അവൾ തൻ്റെ ടീമിലെ കളിക്കാരിക്ക് പന്ത് പാസ് ചെയ്തു കൊടുത്തു. ആ പെണ്ണാവട്ടെ പന്ത് ബാസ്ക്കറ്റിലാക്കാൻ പിന്നെയും കഴിഞ്ഞില്ല. എന്താ നിങ്ങളീ കാട്ടുന്നത്? അവൾ ഉറക്കെ ചോദിച്ചു. കറ തീർന്ന ഇംഗ്ലീഷിലാണ്. എനിക്കത് കേട്ടപ്പോൾ വേവലാതി തോന്നി. ഞാൻ എങ്ങനെ ഈ പെണ്ണിനോട് സംസാരിക്കും? അവളുടെ മുഖത്ത് നിറച്ചും അഴുക്കാണ്. ഇടത്തെ കവിളിലും നെറ്റിയിലും വല്ലാതെ പൊടി പുരണ്ടിരിക്കുന്നു. എന്നാലെന്താ, ഞാൻ ജീവിതത്തിൽ അന്നോളം കണ്ടിട്ടുള്ള ഏറ്റവും സുന്ദരമായ മുഖങ്ങളിലൊന്നായിരുന്നു അത്. ഒരാളെ കാണുമ്പോൾ സൗന്ദര്യമുണ്ട് എന്ന് തോന്നാൻ എന്താണ് കാരണം? ചില സന്ദർഭങ്ങളിൽ ഇത് വിശദീകരിക്കാൻ വിഷമമാണ്. അവളുടെ മെലിഞ്ഞ ദേഹത്തിന് യോജിച്ച നീളൻ മുഖമാണോ കാരണം? വെളുപ്പിൽ നിന്നും തുടുപ്പിലേക്ക് മാറിപ്പോയ അവളുടെ തൊലിമിനുപ്പാണോ? അല്ലെങ്കിൽ അവളുടെ ശരീരത്തിൻ്റെ ഭംഗിയായിരിക്കുമോ കാരണം? കളിയിൽ പൂർണ്ണമായും മുഴുകിയ അവളുടെ ആവേശമാണോ? എനിക്കറിയില്ല. ശരിയാണ്, അന്നത്തെ ആ തോന്നൽ എവിടെയെങ്കിലും ചെന്നെത്തും എന്ന തോന്നലേ എനിക്കില്ലായിരുന്നു. അവളുടെ ഗമ കണ്ടിട്ട് എന്നെ രണ്ടാമതൊന്ന് നോക്കൂന്ന് പോലും എനിക്ക് തോന്നിയില്ല. വിധിയുടെ തീരുമാനം വേറെയായിരുന്നു. അല്ലെങ്കിൽ ആദ്യത്തെ പകുതിയുടെ 7-ാം മിനിറ്റിൽ എന്തിന് കോളേജ് ടീമിൻ്റെ ക്യാപ്റ്റൻ വീശിയെറിഞ്ഞ ആ പന്ത് കോർട്ടിൻ്റെ പുറത്തേക്ക് ചീറി വന്ന് സൈഡ് ലൈനിനോട് ചേർന്ന് നിന്ന് എൻ്റെ തലയിൽ വന്ന് തട്ടണം? ഞാൻ എന്തിന് സ്വയം അറിയാതെ ആ പന്ത് കൃത്യമായി പിടിച്ചെടുക്കണം? അതെല്ലാം പോട്ടെ, ആ പന്ത് വീണ്ടെടുക്കാൻ തന്നെ എന്തിന് ഓടിയെത്തണം? ആ ബോൾ ഇങ്ങ് തരൂ, അവൾ കിതച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ സർവാംഗങ്ങളും തളർന്നു നിന്നു. കേട്ടില്ലേ, പന്ത് ഇങ്ങ് തരാൻ പ്ലീസ്, അവൾ പറഞ്ഞു. ഞാൻ 1/2 സെക്കൻഡ് നേരം കൂടി പന്തിൽ നിന്നു പിടിവിട്ടില്ല. സ്വല്പനേരം കൂടി അവളെ നോക്കി നിൽക്കണം എന്നുണ്ടായിരുന്നു. ആ വിയർത്തൊലിക്കുന്ന മുഖത്തിൻ്റെ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത് മനസ്സിൻ്റെ ക്യാമറയിൽ ജീവിതാന്ത്യം വരേക്കും സൂക്ഷിക്കണം. ഞാൻ പന്ത് അവൾക്കെറിഞ്ഞു കൊടുത്തു. അത് അനായാസം പിടിച്ചെടുത്ത് അവൾ എന്നെ ഒന്ന് ഇരുത്തി നോക്കി. ഞാൻ പന്തെറിഞ്ഞു കൊടുത്ത രീതി കണ്ടപ്പോൾ കളി അറിയുന്ന ആളാണെന്ന് മനസ്സിലായി കാണും. പോയിന്റ് ഷൂട്ടറെ മാറ്റി നോക്കൂ, ഞാൻ പറഞ്ഞു. എങ്ങനെയാണാവോ അത് തെറ്റില്ലാതെ ഇംഗ്ലീഷിൽ പറഞ്ഞൊപ്പിക്കാൻ എനിക്ക് പറ്റി. എന്താ പറഞ്ഞത്? അവൾ ചോദിച്ചു. എന്നിട്ടെന്നെ അടിമുടി ഒന്ന് നോക്കി. കുറച്ചുകൂടി നല്ല വേഷം വല്ലതും ധരിച്ചു വരാമായിരുന്നു, ഞാൻ കരുതി. ഇൻ്റർവ്യൂവിനിട്ട ഷർട്ടും പാൻറ്റും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. നാട്ടിലെ തയ്യൽക്കാരൻ അത് രണ്ടും അയഞ്ഞു തൂങ്ങുന്ന അളവിലാണ് തയ്ച്ചിരിക്കുന്നത്. ആ ബാസ്ക്കറ്റ്ബോൾ കോർട്ടിൽ ഞാൻ ചേരാത്തതുപോലെ തോന്നി. സർട്ടിഫിക്കറ്റുകൾ വെച്ച ഫയലും കയ്യിൽ പിടിച്ചുള്ള നിൽപ്പ് കണ്ടാൽ 70കളിലെ ഏതോ ഹിന്ദി സിനിമയിലെ നായകനെപ്പോലുണ്ടാവും. ജോലിയും തേടി അലയുന്ന നായകൻ. ദേ, എനിക്ക് ബീഹാർ സ്റ്റേറ്റ് ടീമിൽ ടീഷർട്ടുണ്ട് എന്നെനിക്ക് അവളോട് പറയാൻ തോന്നി. ശരിയാണ്, അതെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ ആകെ കുളമായേനെ.
കളിയുടെ ഇടയിൽ അതും ആദ്യം പറയുന്ന വാക്കായി. നിങ്ങളുടെ ഷൂട്ടർ ഒന്നിനും കൊള്ളില്ല, ഞാൻ പറഞ്ഞു. റെഫറി കളി വീണ്ടും തുടങ്ങാനായി വിസിലൂതി. അവൾ തിരിഞ്ഞു നിന്ന് പന്തെറിഞ്ഞു. പന്ത് അവളുടെ ടീമിലെത്തുന്നതിലും വേഗത്തിൽ തന്നെ മറന്നു കാണണം. ദാ ഇവിടെ തരൂ. എതിർഭാഗത്തെ ബാസ്ക്കറ്റിനടുത്തു പാഞ്ഞെത്തി അവൾ വിളിച്ചു പറഞ്ഞു. പന്തും കയ്യിൽ പിടിച്ചു നിന്ന അവളുടെ പോയിന്റ് ഷൂട്ടർ അമ്പരന്ന് ചുറ്റും നോക്കി. ഇവിടെ തരാനല്ലേ പറഞ്ഞത്, ആർ അലറി. അതു കേട്ടു പേടിച്ചെന്ന വണ്ണം പുൽത്തകിയിലെ മരത്തിൽ നിന്നും പ്രാവുകൾ പറന്നുയർന്നു. പോയിന്റ് ഷൂട്ടർ പന്ത് പാസ് ചെയ്തു കൊടുത്തു. ആർ അത് പിടിച്ചെടുത്ത് നല്ല അകലെ നിന്നും ബാസ്ക്കറ്റിലേക്ക് എറിഞ്ഞു. പന്ത് ബാസ്ക്കറ്റിനുള്ളിലൂടെ ഊർന്നു വീണു. കാഴ്ചക്കാർ ആർത്തു വിളിച്ചു. അല്ലെങ്കിലും അവരെല്ലാം ആ പെണ്ണിനെ കണ്ട് മതിമയങ്ങിയിരിപ്പാണ്. 10 മിനിറ്റ് കഴിഞ്ഞ് റെഫറി ഒരു ബ്രേക്കിനു വിസിലൂതി. കോളേജ് ടീം 12-5 എന്ന സ്കോറിന് മുന്നിട്ട് നിൽക്കുകയാണ്. ആർ അവളുടെ ടീം അംഗങ്ങളുടെ കൂടെ കൂട്ടം കൂടി നിന്ന് അടുത്ത പകുതിയിലേക്കുള്ള തന്ത്രങ്ങൾ ആലോചിക്കുകയാണ്. ടീം മീറ്റിംഗ് അവസാനിച്ചപ്പോൾ അവൾ ഒരു ടവലെടുത്ത് മുഖവും കഴുത്തും തുടച്ചു. എനിക്ക് അവളിൽ നിന്നും കണ്ണെടുക്കാനേ കഴിഞ്ഞില്ല. കഷ്ടിച്ചൊരു മണിക്കൂർ കഴിഞ്ഞാൽ എനിക്കും ട്രയൽ ഉണ്ട് എന്ന കാര്യമേ മറന്നുപോയി. അവളോട് സ്വല്പം കൂടി സംസാരിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തണം എന്ന ചിന്ത മാത്രമായിരുന്നു മനസ്സിൽ. കളി വളരെ നന്നായി കളിച്ചു എന്നടുത്തു ചെന്ന് പറഞ്ഞാലോ? സ്റ്റേറ്റ് ടീമിൽ കളിച്ചിട്ടുള്ള കാര്യം എങ്ങനെ അവളെ ധരിപ്പിക്കും? ഗമ കാട്ടുകയാണ് എന്ന് തോന്നാത്ത വിധത്തിൽ. അതിനെല്ലാം അപ്പുറം എങ്ങനെ 4-5 വാക്കിനൊപ്പം ഇംഗ്ലീഷ് പറഞ്ഞൊപ്പിക്കും? ഞാൻ ഉറ്റുനോക്കി നിൽക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഛേ, എനിക്ക് നാണക്കേടുകൊണ്ട് ചത്താൽ മതിയെന്നായി. ടവൽ കഴുത്തിൽ തന്നെയിട്ട് അവൾ എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ്. പിന്നെ അവൾ നേരെ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. ഞാൻ ആകെ വിറച്ചുപോയി. അയ്യോ, ഞാൻ വായി നോക്കി നിന്നതൊന്നുമല്ല എന്ന് പറയണമെന്നുണ്ടായിരുന്നു. അവൾ എന്നെ നോക്കി അലറി വിളിക്കുമോ എന്നായിരുന്നു എൻ്റെ ഭയം. കളിക്കിടയിൽ ചെയ്തതുപോലെ താങ്ക്സ്, ആർ പറഞ്ഞു. ഇവൾ ബാസ്കറ്റ്ബോൾ കോർട്ട് മുറിച്ചു കടന്നു വന്നത് എന്നോട് നന്ദി പറയാനാണോ? അവൾ അപ്പോഴും കിതയ്ക്കുന്നുണ്ട്. എൻ്റെ നോട്ടം അവളുടെ കണ്ണുകളിൽ പറ്റിച്ചേർന്ന് നിന്നു. എടോ മാധവ്, നിന്റെ നോട്ടമൊന്ന് മാറ്റ്, ഞാൻ എന്നെ തന്നെ ഉള്ളിൽ ശകാരിച്ചു. എന്നിട്ട് മുഖം തിരിച്ചു. തന്ന ഉപദേശം അസലായി, അവൾ പറഞ്ഞു. നിങ്ങളുടെ കളി വളരെ നന്നായി, ഞാൻ പറഞ്ഞൊപ്പിച്ചു. ഓരോ വാക്കും പറയുന്നത് ഇഷ്ടിക എടുത്തു പൊക്കുന്നത് പോലെ ശ്രമകരമായി തോന്നി. അടുത്ത ഹാഫിലെ കളിക്ക് വല്ല നിർദ്ദേശവും തരാനുണ്ടോ? ഞങ്ങൾ തോൽക്കുന്ന മട്ടാണ്. ഉണ്ട്, ഞാൻ വീണ്ടും അവളുടെ നേരെ തിരിഞ്ഞു പറഞ്ഞു. അവൾക്ക് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു കൊടുക്കണം എന്നുണ്ട്. പക്ഷെ ഇംഗ്ലീഷിൽ പറഞ്ഞു ഫലിപ്പിക്കാൻ അറിയില്ല. ഹിന്ദി അറിയാമോ? ഞാൻ ചോദിച്ചു. അവൾ ഒന്നമ്പരന്നതുപോലെ തോന്നി. സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ അത്തരമൊരു ചോദ്യം അന്നോളം ആരും ചോദിച്ചിട്ടില്ല. ആ, ഉവ്വ് അറിയാം, അവൾ പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞു. എന്നിട്ട് എൻ്റെ സ്വന്തം ഭാഷയിൽ വിവരിച്ചു കൊടുത്തു. അവർക്ക് നല്ല കളിക്കാർ 2 പേരുണ്ട്. അവർക്ക് ശരിക്ക് തടയിടണം. 2 പേർ ആ നല്ല കളിക്കാർക്കൊപ്പം നീങ്ങണം. ഷൂട്ടറായി നിങ്ങൾ തന്നെ നിൽക്കൂ. ബാക്കി 2 പേരിൽ ഒരാൾ ഡിഫൻഡർ ആവട്ടെ. മറ്റേയാൾ നിങ്ങളുടെ കൂടെ നിന്ന് പിന്തുണ നൽകണം. വിസിലടി വീണ്ടും മുഴങ്ങി. പോവാറായി, അവൾ പറഞ്ഞു. ക്യാച്ച് യു ലേറ്റർ, പിന്നെ കാണാം എന്നാണ് അവൾ ഉദ്ദേശിച്ചത്. പക്ഷേ എനിക്കത് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞത് പിന്നീട് പിടിച്ചെടുക്കാം എന്നാണോ? അപ്പോൾ പറഞ്ഞതൊന്നും അവൾക്ക് പിടികിട്ടിയില്ലേ? അതല്ല, ഇനി അവൾക്ക് എന്നെ അത്രയ്ക്ക് പിടിച്ചതുകൊണ്ട് ശരിക്കും ക്യാച്ച് ചെയ്യാനാണോ? അതാവാൻ എന്തായാലും വഴിയില്ല. എന്നാലും ഞാൻ ഇത്ര നല്ല ഉപദേശമൊക്കെ നൽകിയതല്ലേ. ഈ പരിഷ്കാരി പെണ്ണുങ്ങളുടെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല. എൻ്റെ മനസ്സ് അങ്ങനെയാണ്. എന്തെങ്കിലും കിട്ടിയാൽ മതി, പരക്കം പായാൻ തുടങ്ങും. ആവേശം കയറിയാൽ പ്രത്യേകിച്ചും. വെറുതെ ചാടിക്കയറി ഒരു കാര്യവുമില്ലാതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടാൻ തുടങ്ങും. ആ സമയത്ത് പ്രയോജനമുള്ള കാര്യം വല്ലതും ചെയ്താൽ പോരെ? കളി മനസ്സിരുത്തി കാണാം. അല്ലെങ്കിൽ ആ പെണ്ണിൻ്റെ പേരെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിക്കൂടെ? കളി വീണ്ടും തുടങ്ങി. റഫറിയുടെ വിസിൽ നാദം, കുതിച്ചോടുന്ന കളിക്കാരുടെ ഷൂസിൻ്റെ താളം, ആർപ്പുവിളികൾ, അലർച്ചകൾ, ജയത്തിൻ്റെയും തോൽവിയുടെയും ഘോഷങ്ങൾ. കളിക്കളത്തേക്കാൾ ആവേശം നിറയ്ക്കുന്ന വേറെന്തുണ്ട് ജീവിതത്തിൽ? വെറും അരമണിക്കൂറിൽ ഇതെല്ലാം നിറയെ കളിയാണ് ബാസ്കറ്റ്ബോൾ.
നമ്മുടെ നാട്ടിൽ അതിനു വലിയ വിലയൊന്നും കൽപ്പിക്കാറില്ലെങ്കിലും. എന്താണാവോ ഇന്ത്യക്കാർ ഈ കളി അത്രയ്ക്കൊന്നും കളിക്കാത്തത്? എനിക്ക് പിടികിട്ടുന്നില്ല. കളിക്കാൻ ഏറെ സ്ഥലമൊന്നും അതിനു വേണ്ട, അധികം ഉപകരണങ്ങളും വേണ്ട. പേർക്ക് ഒന്നിച്ചു കളിക്കുകയും ചെയ്യാം. ഹിയാ, അവൾ വിളിച്ചാർക്കുകയാണ്. പന്ത് ബാസ്ക്കറ്റിൽ വീഴ്ത്തിക്കഴിഞ്ഞു. റിങ്ങിൽ തൊടുക പോലും ചെയ്യാതെയാണ് അത് അകത്തേക്ക് വീണത്, ബാസ്ക്കറ്റ്ബോൾ കളിയിലെ ഏറ്റവും സുന്ദരമായ ശബ്ദം കേൾപ്പിച്ചുകൊണ്ട്. പന്ത് വലയിൽ മാത്രം സ്പർശിക്കുമ്പോഴത്തെ മൃദുവായ ഛക്. കോർട്ടിൽ അവൾ സ്വന്തം ടീമിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞോടുകയാണ്. മുഖത്ത് വിയർപ്പൊഴുകുന്നുണ്ട്. മാച്ച് അവസാനിച്ചു 21-25 എന്ന സ്കോറിൽ. പുതിയ പിള്ളേർ തോറ്റുപോയി. എന്നാലും അവർക്ക് കോളേജ് ടീമിൻ്റെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പറ്റി. അതുതന്നെ വലിയൊരു നേട്ടമായിരുന്നു. എന്നാലും ആർ നിരാശയിലാണെന്ന് തോന്നി. ടവൽ കൊണ്ട് മുഖം അമർത്തി തുടച്ച് അവൾ തൻ്റെ നീല നൈക്ക് ബാഗ് കയ്യിലെടുത്തു. ചില ആൺപിള്ളേർ അവളുമായി കണ്ണു കോർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൾ എല്ലാവരെയും അവഗണിച്ചതേയുള്ളൂ. എനിക്ക് അവളോട് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഡൽഹിക്കാരിയായ ഒരു ഹൈ ക്ലാസ് പെണ്ണിൻ്റെ അടുത്ത് ഇടിച്ചു കയറി ചെല്ലാൻ ഒരു ബീഹാറിക്കാരന് അന്നോളം ചങ്കൂറ്റമുണ്ടായിരുന്നില്ല. അവൾ എൻ്റെ കളി കാണണം എന്നായിരുന്നു എൻ്റെ മോഹം. അവളെ ആകർഷിക്കാൻ തക്ക യാതൊന്നും എൻ്റെ പക്കലില്ല. കോച്ച് പീയൂഷ് അവളുടെ അടുത്തേക്ക് ചെന്നു. രണ്ടുപേരും സംഭാഷണത്തിൽ മുഴുകി. ഇതാണെൻ്റെ അവസരം. ആത്മവിശ്വാസം കുറവുള്ള പയ്യന്മാർക്ക് ഒരു പെൺകുട്ടിയോട് സംസാരിക്കണമെങ്കിൽ ഇടയ്ക്കൊരാൾ വേണം. ഞാൻ പീയൂഷിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. സർ, ഇനി എൻ്റെ ട്രയലല്ലേ, വേഷം മാറട്ടെ? ഞാൻ ചോദിച്ചു. പീയൂഷ് തിരിഞ്ഞ് എന്നെ അത്ഭുതത്തോടെ നോക്കി. എന്താണാവോ അത്ഭുതത്തിന് കാരണം? എൻ്റെ മണ്ടൻ ചോദ്യമോ അതോ പൊട്ട ഇംഗ്ലീഷോ? ചിലപ്പോൾ രണ്ടും ചേർന്നാവാം. ഇങ്ങനെ വന്നങ്ങ് കളിക്കാൻ പോവുകയാണോ? ഇതെന്താ ട്രയലോ തമാശയോ? അദ്ദേഹം തനി നാടൻ ഭോജ്പുരി ഭാഷയിൽ ചോദിച്ചു. മൂപ്പരെ പരിചയപ്പെടണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. ഞാൻ അപ്പോൾ ആർ ഇടയ്ക്കു കയറി പറഞ്ഞു. ഓ, അപ്പോൾ താനും സ്പോർട്സ് കോട്ടയിൽ വന്നതാണോ? പീയൂഷ് ഞങ്ങളെ രണ്ടുപേരെയും അത്ഭുതത്തോടെ നോക്കി, ആ പരിചയഭാവം കണ്ട്. യെസ്, ഞാൻ പറഞ്ഞു, ധൈര്യമായി ഇംഗ്ലീഷ് പറയാവുന്ന അപൂർവം ഒരു മറുപടി. സ്റ്റേറ്റ് ലെവൽ കളിക്കാരനാണ്. ഈ ബീഹാറിയുടെ കളി കൂടി കണ്ടിട്ട് പോയിക്കൊള്ളൂ, പീയൂഷ് പറഞ്ഞു. എന്നിട്ട് ഉറക്കെ ചിരിച്ചുകൊണ്ട് നടന്നകന്നു. എനിക്ക് ദേഷ്യം വരേണ്ടതാണ്. അദ്ദേഹം ബീഹാറി എന്നു പറഞ്ഞ രീതിയിലുള്ള അർത്ഥം ഇതാണ്. കണ്ടില്ലേ, ഈ തല്ലിപ്പൊളി ബീഹാറിക്ക് പോലും കളിക്കാൻ പറ്റും. ഒന്നുമില്ലെങ്കിലും അയാളും ഒരു ബീഹാറിയല്ലേ? എന്നാലും സ്വയം അറിയാതെ അദ്ദേഹം തന്നെ സഹായിക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് നന്ദിയാണ് ഉള്ളിൽ തോന്നിയത്. അവൾ എന്നെ നോക്കി പുഞ്ചിരിച്ചു. വെറുതെയല്ല എനിക്ക് കളി പറഞ്ഞു തന്നത്, അവൾ പറഞ്ഞു. സ്റ്റേറ്റ് ടീമിൽ കളിച്ചയാളല്ലേ? മൈ ഗോഡ്. എന്താ പേര്? ഞാൻ എടുത്തു ചാടി ചോദിച്ചു. പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായി ഒരു ബന്ധവുമില്ലാതെ അവൾ പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, റിയ. റിയ, ഇത്തിരി പോണ കൊച്ചു പേര്. എനിക്കിഷ്ടമായി. ചിലപ്പോൾ ഒരാളോട് ഇഷ്ടം തോന്നിയാൽ പിന്നെ ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളോടും ഇഷ്ടം തോന്നുമായിരിക്കും. വിയർപ്പിൽ തിളങ്ങുന്ന പുരികം തൊട്ട് കൊച്ചു പേര് വരെ. ഇയാളുടെ പേരെന്താ? അവൾ ചോദിച്ചു. ജീവിതത്തിൽ ആദ്യമായി ഒരു പെൺകുട്ടി എൻ്റെ പേര് ചോദിക്കുകയാണ്. എൻ്റെ പേര് മാധവ് ഝാ. ആ വാചകം ഇംഗ്ലീഷിൽ തട്ടിമുട്ടി പറയുന്ന രീതി കേട്ടാൽ ഞാനൊരു തല്ലിപ്പൊളിയാണെന്ന് തോന്നിയിട്ടുണ്ടാവും. പിന്നീടാണ് എനിക്കത് മനസ്സിലായത്. കാര്യം മനസ്സിലായില്ലേ? എന്തു കാര്യവും പറയുന്നതിന് മുമ്പ് സ്വന്തം ഭാഷയിൽ ആലോചിക്കുകയാണ് നമ്മൾ ചെയ്യുക. പിന്നെ അത് വാക്കിന് വാക്കായി ഇംഗ്ലീഷിലേക്ക് ഭാഷ മാറ്റി പറയണം. അപ്പോൾ ആകെ കുളമാകും. ബീഹാറിൽ നിന്നാണ്, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശരിയല്ലേ? ആ ചിരി ഞാൻ ബീഹാറി ആയതുകൊണ്ടായിരുന്നില്ല. എന്നെക്കുറിച്ചുള്ള ആ വിവരം പീയൂഷ് നേരത്തെ പറഞ്ഞിരുന്നത് കൊണ്ട് ചിരി വന്നു എന്ന് മാത്രം. ഞാൻ മോശക്കാരനാണ് എന്ന യാതൊരു ധ്വനിയും ആ ശബ്ദത്തിലില്ല. ഓരോ സെക്കൻഡ് ചെല്ലുമ്പോഴും എനിക്കവളെ കൂടുതൽ ഇഷ്ടമാവുകയാണ്. അതെ, നിങ്ങളോ? ഞാൻ ഡൽഹിക്കാരി തന്നെ. എനിക്കവളോട് ഇനിയും സംസാരിക്കണം എന്നുണ്ടായിരുന്നു. മുഴുവൻ പേരും ചോദിച്ചറിയണം, ജന്മനാട് എവിടെയാണെന്നറിയണം. അങ്ങനെയൊക്കെയാണ് ഡുംറാവിൽ ആളുകൾ പരസ്പരം പരിചയപ്പെടുക. പക്ഷേ ഇതൊക്കെ ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കണം എന്നെനിക്കറിയില്ലായിരുന്നു. പെണ്ണുങ്ങൾക്ക് ബോധിക്കണമെങ്കിൽ ആ ഭാഷ തന്നെ വേണം. അതുമല്ല, എൻ്റെ സെലക്ഷൻ ട്രയൽ തുടങ്ങാൻ ഇനി മിനിറ്റുകളേയുള്ളൂ. കോച്ച് വിസിലൂതി. എൻ്റെ ട്രയൽസ് തുടങ്ങുകയാണ്.
അതു കാണാനിരിക്കില്ലേ? ഞാൻ ചോദിച്ചു. ഓക്കെ. ഞാൻ വസ്ത്രം മാറാനുള്ള മുറിയിലേക്ക് ഓടി. ആവേശം കൊണ്ട് കുതിച്ചു ചാടി എന്നു തന്നെ പറയാം. ഉടൻ തന്നെ കോർട്ടിൽ തിരിച്ചെത്തുകയും ചെയ്തു. പീയൂഷ് കളി തുടങ്ങിച്ചു. ഞാൻ നന്നായി തന്നെ കളിച്ചു. വെറുതെ വീമ്പിളക്കാനല്ല, എന്നാലും കോളേജ് ടീമിലെ ഏതു കളിക്കാരനേക്കാളും നന്നായി കളിക്കാൻ എനിക്കു പറ്റി. ബാസ്കറ്റ്! 5ാമത്തെ ഷോട്ടും സ്കോർ ചെയ്തുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു. കാണികൾ കൈയടിച്ചു. ഞാൻ ചുറ്റും നോക്കി. അവൾ വെള്ളം മോന്തി കുടിച്ചുകൊണ്ട് ഒരു ബെഞ്ചിലിരിക്കുന്നുണ്ട്. അവളും കൈയടിച്ചു. നല്ല കളിയായിരുന്നു. അവളുടെ സാന്നിധ്യം എൻ്റെ കളി കൂടുതൽ ഉഷാറാക്കി. സ്കോർ മുന്നോട്ട് നീങ്ങി. ഞാൻ സകല കഴിവും പ്രയോഗിച്ചു. പിന്നെയും ബാസ്കറ്റുകൾ സ്കോർ ചെയ്തു. വിഷമം പിടിച്ച ഒരു ഷോട്ട് എടുത്തപ്പോൾ സീനിയർ ടീമിലെ കളിക്കാർ വന്ന് എൻ്റെ പുറത്തു തട്ടി. പീയൂഷിൻ്റെ അവസാന വിസിൽ മുഴങ്ങി. സ്കോർ 25-28. ഞങ്ങൾ പണി പറ്റിച്ചു. പുതുക്കക്കാർ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് ടീമിനെ തോൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ മേലാകെ വിയർത്തൊഴുകുകയാണ്. എല്ലാ ശക്തിയും ചോർന്നു പോയതുപോലെ. ശ്വാസം കിട്ടാൻ പാടുപെടുന്നതിനിടയിൽ കളിക്കാർ എൻ്റെ പുറത്തു തട്ടി അഭിനന്ദിച്ചു. പീയൂഷ് എനിക്ക് നേരെ കോർട്ടിന് നടുവിലേക്ക് പാഞ്ഞു വന്നു. 28-ൽ 17 സ്കോർ ചെയ്തതു നീയാണ്. തകർത്തടോ ബീഹാരി, അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് എൻ്റെ ചിന്നിച്ചിതറിയ മുടിയിഴകളിൽ പിടിച്ചു കുലുക്കി. ഞാൻ കോർട്ടിന് പുറത്തേക്ക് നടന്നു, ഉറച്ച കാൽവെപ്പോടെ റിയയുടെ അടുത്തേക്ക്. ഓ, ഭയങ്കര കളി തന്നെ, അവൾ പറഞ്ഞു. താങ്ക്സ്, ഞാൻ പറഞ്ഞു. കളിയുടെ കിതപ്പ് അടങ്ങുന്നില്ല. ആ, ഇനി എനിക്ക് പോണം, അവൾ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു. കണ്ടതിൽ വളരെ സന്തോഷം. ബൈ. ബൈ, ഞാൻ പറഞ്ഞു മനസ്സിടിഞ്ഞുകൊണ്ട്. ഇത് ഇങ്ങനെ അവസാനിക്കും എന്ന് എൻ്റെ തലച്ചോറിനറിയാമായിരുന്നു. എന്നാൽ ഹൃദയം അതിന് കൂട്ടാക്കുന്നില്ല. നമ്മൾ രണ്ടാൾക്കും ഭാഗ്യമുണ്ടെങ്കിൽ ഇനിയും കാണാം, അവൾ പറഞ്ഞു. ഇവിടുത്തെ മൂപ്പന്മാർ നമുക്ക് അഡ്മിഷൻ തരികയാണെങ്കിൽ. ആർക്കറിയാം, ഞാൻ പറഞ്ഞു. ശരിയാണ്, സംഗതി നടന്നാൽ നമുക്ക് കാണാം. അല്ലെങ്കിൽ ബൈ. അവൾ നടന്നകന്നു. മുഴുവൻ പേര് പോലും ചോദിച്ചു മനസ്സിലാക്കിയില്ലല്ലോ എന്ന് അപ്പോഴാണ് ഓർത്തത്. അവൾ അടിവെച്ചടിവെച്ചു നടന്നകന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഒറ്റ മോഹമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയെങ്കിലും സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ അഡ്മിഷൻ കിട്ടണേ. ഞാൻ പീയൂഷിന് നേരെ നടന്നു. നീ തകർത്തു. കോർട്ടിലെത്തിയപ്പോൾ വെടിക്കെട്ടിന് തീ പിടിച്ചു അല്ലേ? സർ, എന്നാലും ഇൻ്റർവ്യൂ, എൻ്റെ ഇംഗ്ലീഷ് അതാകെ കുളമായി, അദ്ദേഹം പറഞ്ഞു. എന്നിൽ നിരാശ നിറഞ്ഞു. എന്നാലും നിന്റെ ബാസ്കറ്റ്ബോൾ അപാരം തന്നെ, പീയൂഷ് പറഞ്ഞു. എന്നിട്ട് എൻ്റെ പുറത്തൊരു തട്ടും തട്ടി നടന്നകന്നു. ഞാൻ ബാസ്കറ്റ്ബോൾ കോർട്ടിൻ്റെ നടുവിൽ ഒറ്റപ്പെട്ടു നിന്നു. ബാക്കി എല്ലാവരും പോയി കഴിഞ്ഞു. ചുറ്റിലും ഇഷ്ടിക ചുവപ്പാർന്ന കെട്ടിടങ്ങൾ, സമൃദ്ധമായ പച്ചപ്പ്. ഈ സ്ഥലം എൻ്റെ നിയോഗത്തിലുണ്ടോ? അത് എൻ്റെ മാത്രം നിയോഗത്തിൻ്റെ കാര്യമായിരുന്നില്ല, ഞങ്ങളുടെ നിയോഗമായിരുന്നു. അതുകൊണ്ടാണ് ഈ മാസം കഴിഞ്ഞപ്പോൾ സെൻറ്റ് സ്റ്റീഫൻസിൽ നിന്നും കത്തുമായി പോസ്റ്റ്മാൻ ഡുംറാവിൻ്റെ വീട്ടുവാതിക്കൽ വന്നു മുട്ടിയത്. സന്തോഷത്തിന് നല്ലൊരു കൈമടക്കും ഞാൻ ചോദിച്ചു വാങ്ങി.